നിർത്തിയാലും അത് നിൽക്കില്ല. കാറ്റാണേ. 9 ദ്വാരങ്ങളുള്ള ശരീരമാകുന്ന ഈ ബലൂണിൽ ഈ ബലൂണിൽ നിന്ന് ഏത് ദ്വാരത്തിലൂടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാറ്റ് പോകാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അയാളുടെ കാറ്റ് പോയി. പ്രാണന് പുറത്ത് കിടക്കാൻ 9 പ്രധാന ദ്വാരങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൽ. നവദ്വാരപുരം എന്നാണ് പറയുന്നത്. 9 വാതിലുകൾ അല്ലെങ്കിൽ 9 ദ്വാരങ്ങളുള്ള ഒരു പട്ടണമോ ഒരു ബലൂണോ പോലെയാണ് ഈ ശരീരം. ഈ 9 ദ്വാരങ്ങളുള്ള ശരീരത്തിൽ നിന്നും കാറ്റ് പുറത്ത് കടക്കാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. അതുകൊണ്ട് ഒരാൾ ജീവിച്ചിരിക്കുന്നതിനെ ഓർത്ത് അത്ഭുതപ്പെടൂ. മരിച്ചുപോയി എന്ന് കേട്ടിട്ട് ഞെട്ടരുത്, ഞെട്ടേണ്ട കാര്യമില്ല. 9 ദ്വാരമുള്ള ശരീരത്തിൽ നീ 80 കൊല്ലം ജീവിച്ചല്ലോ എന്ന് വിചാരിച്ച് ആശ്ചര്യപ്പെടൂ. അവനവനെ കുറിച്ചായാലും മറ്റുള്ളവരെ കുറിച്ചായാലും. എപ്പോൾ വേണമെങ്കിലും ഏത് ദ്വാരത്തിലൂടെ വേണമെങ്കിലും വെടിതീരാം, പ്രാണൻ പുറത്തു പോകാം എന്നിരിക്കെ ഇത്രയും കൊല്ലം മരിക്കാതെ ജീവിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ആശ്ചര്യജനകമായ ഒരു കാര്യമല്ലേ. പക്ഷെ ഇതൊന്നും കണ്ട് ആശ്ചര്യപ്പെടാൻ മനുഷ്യർ തയ്യാറല്ല. അപ്പോൾ ഇപ്പോൾ മന്ദാധികാരികളായിട്ടുള്ളവർ ഭാവി ബഹുതര ജന്മലഭ്യ മോക്ഷപ്രത്യാശയ, ഭാവിയിൽ അനേകം ജന്മങ്ങൾക്ക് ശേഷം തനിക്ക് മോക്ഷം ലഭിച്ചേക്കാം എന്നുള്ള പ്രത്യാശയോടുകൂടി സാധനാനുഷ്ഠാനം നസ്യാത്, അങ്ങനെ ചെയ്യാതിരിക്കുന്നില്ല, സാധനകൾ ചെയ്യാതിരിക്കുന്നില്ല. ഈ ജന്മത്തിൽ തന്നെ കിട്ടുമെന്നുള്ളതിന് ഉറപ്പില്ല. എന്നാലും പല ജന്മങ്ങളുടെ ഒടുവിലെങ്കിലും എനിക്ക് മോക്ഷം ലഭിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടിയാണല്ലോ ആധ്യാത്മിക സാധനകളിൽ മനുഷ്യർ ഏർപ്പെടുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ മോക്ഷം എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. പ്രയത്നിച്ചവർക്കെല്ലാം അത് കിട്ടിയിട്ടുണ്ട് എന്ന് വേദാന്ത ശാസ്ത്രങ്ങൾ വാഗ്ദാനം നൽകുന്നതുകൊണ്ട്, ആ വേദാന്ത ശാസ്ത്രങ്ങളെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാമെന്നുള്ളതുകൊണ്ട് മനുഷ്യർ കുറേ ജന്മങ്ങൾക്ക് ശേഷമാണെങ്കിലും സാധന ഇപ്പോഴേ ആരംഭിക്കുന്നു. കാരണം അത് നേടാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ള വിശ്വാസം. ഏകസ്യ അനേക ജീവഭാവേ ക്വചിത് മോക്ഷേപി, എല്ലാ ജീവന്മാരും ആത്മാവിൻ്റെ പ്രതിഫലനങ്ങളാണ്, ബ്രഹ്മത്തിൻ്റെ പ്രതിബിംബങ്ങളാണ്. എങ്കിലും ഓരോ ജീവനും പ്രത്യേകം പ്രത്യേകം പ്രയത്നത്തിലൂടെയാണ് മോക്ഷം നേടുന്നത്. അതുകൊണ്ട് ഒരു ജീവൻ മുക്തനായാൽ മറ്റ് ജീവന്മാർ മുക്തന്മാരാകും എന്ന് കരുതാൻ സാധ്യമല്ല. ക്വചിത് ബന്ധാനുവൃത്തി അനിവൃത്തി, ഒരാളുടെ മോക്ഷം മറ്റുള്ളവരുടെ ബന്ധനിവൃത്തിക്ക് കാരണമാകുന്നില്ല എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് കാരണമാകുന്നില്ല. അങ്ങനെ ഒരാൾ മുക്തനാകുമ്പോൾ മറ്റുള്ളവർ മുക്തരായേക്കും എന്നുള്ള ശങ്കയെ ശാസ്ത്രങ്ങൾ ദൂരീകരിക്കുന്നു. അങ്ങനെ വിചാരിക്കേണ്ട, അത് തെറ്റാണെന്നാണ്. അനിർമോക്ഷ ശങ്ക അനപനയാദിതി വാച്യം. ഒരാളുടെ പ്രയത്നം കൊണ്ട് ആ പ്രയത്നത്തിൻ്റെ ഫലം മറ്റൊരാൾക്ക് ലഭിക്കുന്നു എന്ന് വരില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. മോക്ഷസാധനാനുഷ്ഠാന പ്രവൃത്തേഹേ, ഈ മോക്ഷസാധനകൾക്ക് വേണ്ടി മോക്ഷം നേടാൻ വേണ്ടി ചെയ്യപ്പെടുന്ന സാധനകൾ അല്ലെങ്കിൽ പ്രയത്നം, അതിനെക്കുറിച്ച് ശാസ്ത്രങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം ഗീതയിൽ നിന്ന് തന്നെ ഒരു വാക്യം ഉദ്ധരിക്കുകയാണ്. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ ധർമ്മത്തെ അല്പമെങ്കിലും ആരാണോ ജീവിതത്തിൽ പകർത്തുന്നത്, ഏത് ധർമ്മത്തെ? ധർമ്മം എന്നുള്ള വാക്കിന് ബ്രഹ്മം എന്നാണ് ബാലകൃഷ്ണൻ നായർ സാറ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മറ്റാരും അങ്ങനെ വ്യാഖ്യാനിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. ഏത് പുസ്തകത്തിലാണ് ധർമ്മത്തിന് ബ്രഹ്മം എന്നുള്ള അർത്ഥം പറയപ്പെട്ടിരിക്കുന്നത്? വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ധർമ്മം എന്നുള്ളതിന് സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ അർത്ഥമാണ് ധർമ്മം, ധാർമ്മികമായ ജീവിതം. ഇവിടെ പറയുന്നത് നോക്കൂ, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ, ഈ ധർമ്മത്തിൻ്റെ സ്വൽപ്പമെങ്കിലും ആരാണോ ജീവിതത്തിൽ
പകർത്തുന്നത്, അല്പമെങ്കിലും ഇതിനെ പിന്തുടരുന്നത്. ആ ധർമാചരണം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ഒരു അല്പമെങ്കിലും ആർക്കാണോ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത്, ആ അല്പമായ ജ്ഞാനം തന്നെ മഹത്തായ ഭയത്തിൽ നിന്ന് ആ വ്യക്തിയെ രക്ഷിക്കും. എന്താണ് മഹത്തായ ഭയം? മരണഭയം. അതിനേക്കാളും വലിയ ഒരു ഭയമുണ്ടോ? മറ്റ് ഭയങ്ങളെല്ലാം മരണഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. എനിക്ക് പാമ്പിനെ പേടിയാണ്. എന്തുകൊണ്ടാണ് പാമ്പിനെ പേടിക്കുന്നത്? പാമ്പിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, പാമ്പ് എന്നെ കടിച്ചാൽ ഞാൻ ചത്തുപോകും, അപ്പോൾ മരണഭയമല്ലേ? റോഡിലൂടെ വണ്ടി ഓടിക്കാൻ ഭയം. എന്തുകൊണ്ട്? മറ്റ് വാഹനങ്ങൾ എൻ്റെ വാഹനത്തിൽ വന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്യും, എൻ്റെ വാഹനം മറിയും, അപകടം സംഭവിക്കും, എൻ്റെ ജീവൻ പോകും. ഇങ്ങനെ ഏത് ഭയം വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കൂ. അതിൻ്റെ തായ്വേരന്വേഷിച്ചു പോയാൽ മരണഭയത്തിൽ ആണ് അതിൻ്റെ മറ്റേ അറ്റം, അഗ്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. നമുക്ക് ജീവിക്കണം. ജീവിച്ച് കൊതി തീരുന്നില്ല. കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കുന്നില്ല, നാവിന് രുചി അറിയാനുള്ള ശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. എന്നിട്ടും മനുഷ്യന് ജീവിതം മതി എന്നെന്തുകൊണ്ട് തോന്നുന്നില്ല? തന്നെ ശരീരമായി കരുതുന്നത് കൊണ്ട്, ആ അജ്ഞാനം അവൻ്റെ ഉള്ളിൽ ബാക്കി കിടക്കുന്നത് കൊണ്ട്. ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരം നഷ്ടമായാൽ ഞാൻ ഇല്ലാതായി പോവും. അതാണ് മരണഭയം എന്ന് പറയുന്നത്. ഞാൻ ഈ ശരീരമല്ല എന്ന് കുറേയൊക്കെ ഉറപ്പിച്ചാൽ തന്നെ മരണഭയത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയും. ഇതെങ്ങനെ? എപ്പോഴും ഞാൻ ഈ ദേഹമാണ്, ശരീരമാണ്. പിന്നെ ശരീര സംബന്ധികളായ മറ്റ് സ്വന്തം ബന്ധങ്ങൾ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ അളിയൻ, എൻ്റെ അമ്മായിയപ്പൻ, എൻ്റെ അമ്മായിയമ്മ, എൻ്റെ നാത്തൂൻ. ആരാണ് ഈ ഞാൻ? സുഹൃത്തെ, ഒരു 2 മിനിറ്റ് ഒന്ന് ഉറങ്ങൂ. ഞാനുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ? ഉറക്കത്തിൽ ഈ ഞാനുണ്ടോ? എൻ്റെ മതം, എൻ്റെ ജാതി, എൻ്റെ പാർട്ടി, എൻ്റെ സിദ്ധാന്തം. ഞാൻ വൈഷ്ണവനാണ്, അവൻ ശൈവൻ, ശിവൻ അയ്യം. അങ്ങനെയല്ലേ തിരുവനന്തപുരക്കാർ പറയുന്നത്? ശിവൻ അയ്യം. അയ്യം എന്ന് പറഞ്ഞാൽ കൊള്ളില്ല. അതാണ് തൃശ്ശൂരുകാർക്ക് ആ ഭാഷ വശമില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ അയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശം, അത് തരംതാണത് എന്നുള്ളതിനാണ് തിരുവനന്തപുരംകാർ അത് അയ്യം. ഇവിടെ ആ പേന അത് അയ്യ, അത് വേണ്ട, അത് കൊള്ളില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് അയ്യ എന്ന് പറയുന്നത്. ഇങ്ങനെ തിരുവനന്തപുരംകാരുടേതായിട്ടുള്ള കുറേ ഭാഷകളുണ്ട്. തേരി കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം. തേരി എന്ന് പറഞ്ഞാൽ കയറ്റം എന്ന് പറയും. തേരി. ഏലക്കായല്ല, ഏലമല്ല. ഏലായിലെ പിള്ളേർ പറഞ്ഞെന്നേ ഏല. ബോഞ്ചി അത് വേറെ അറിയത്തില്ലേ? നാരങ്ങ വെള്ളത്തിനാണ് ബോഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ വാക്കുണ്ട്. ഒരു കുറച്ചുകൂടെ നിങ്ങൾ കുറേ ഒരു 1/2 കിലോമീറ്റർ പോകുമ്പോൾ ഒരു തേരി വരും. ആ തേരി കയറി അപ്പുറത്തിറങ്ങിയാൽ മതി എന്ന് പറയും. തേരി എന്ന് പറഞ്ഞാൽ കയറ്റം എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ഭാഷകളുണ്ട്. കോഴിക്കോടില്ലേ, കണ്ണൂരില്ലേ, അതെ, ലോക്കൽ ഡയാലക്റ്റ്, പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഭാഷയിലുണ്ടാവും. അപ്പം ഇവിടെ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ ധർമ്മത്തിൻ്റെ അല്പം നിങ്ങൾ ഉൾക്കൊണ്ടാൽ അത് നിങ്ങളെ മഹാഭയത്തിൽ നിന്ന് രക്ഷിക്കും. ഇനി ഗീതയിൽ മറ്റൊരിടത്ത് കൃഷ്ണൻ എന്താണ് പറയുന്നത്? നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. മോനെ, അർജുന, കുഞ്ഞേ, കുട്ടാ, നല്ലത് ചെയ്യുന്നവൻ നശിച്ചു പോവില്ല. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചവൻ എന്നല്ല, വിവാഹം ചെയ്തവൻ എന്നല്ല. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ മംഗളകരമായ ജീവിതത്തിൻ്റെ ഭാഗം തീർന്നു എന്നാണ്. ഇനി കഷ്ടകാലം തുടങ്ങുകയാണെന്നാണ്. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇത് നമ്മൾ അറിയാതെ ചില സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്. നമ്മളറിയാതെ നമ്മുടെ വായിൽ നിന്ന് ചില സത്യങ്ങൾ പുറത്തു വരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ
സമാധാനപൂർണമായ ജീവിതം, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ മംഗള മുഹൂർത്തം കഴിഞ്ഞോ എന്നാണ്. അതായത് ഇനി മുതൽ കഷ്ടകാലം ആരംഭിക്കുകയാണെന്ന്. കല്യാണം കഴിഞ്ഞോ? പണ്ട് പറഞ്ഞു തന്നാലും കല്യാണം കഴിക്കേണ്ടവർ കല്യാണം കഴിക്കും. പണ്ടേ പറഞ്ഞു തരാത്തതിൻ്റെ കുഴപ്പമാണോ? കല്യാണം കഴിക്കാൻ യോഗമില്ലാത്തവൻ അല്ലെങ്കിൽ തലവിധി ഇല്ലാത്തവൻ കഴിക്കില്ല. അവനെ ആരൊക്കെ കെട്ടിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. ഇനി കല്യാണം കഴിക്കാൻ യോഗമുള്ളവർ ആരും അവൻ്റെ കല്യാണാലോചന നടത്തിയില്ലെങ്കിലും അവൻ എവിടുന്നെങ്കിലും ഏതെങ്കിലും കുട്ടിയെ വിളിച്ചുകൊണ്ട് വരും. നടക്കേണ്ടത് നടക്കും. നമുക്ക് പ്രയർ ഇൻറ്റിമേഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നടക്കേണ്ടത് നടക്കും. ജ്യോതിഷവും അത് തന്നെയാണ് പറയുന്നത്. ജ്യോതിഷം പറയും ഇനി അടുത്ത ഒരു 1.5 വർഷം നിങ്ങൾക്ക് കഷ്ടകാലമാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി ജീവിച്ചോളൂ. ഇപ്പം നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുന്നു, കുറച്ച് അപ്പുറത്ത് വഴിയിലൊരു കുഴിയുണ്ട്, സൂക്ഷിച്ചു പോണേ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടക്കും. എന്നാലും കുഴിയിൽ വീഴാൻ യോഗമുള്ളവൻ കുഴിയിൽ വീണിരിക്കും. കാരണം കുഴിയുടെ അടുത്തെത്തുമ്പോൾ അവൻ്റെ ശ്രദ്ധ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യതിചലിക്കും. മൊബൈലൊരു കാൾ വന്നാൽ പോലെ ഉടനെ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്തായിരിക്കും കറക്റ്റ് കുഴിയിൽ കാലെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ചില മുൻകരുതലുകൾ അത്ര മാത്രമേ ജ്യോതിഷം നൽകുന്നുള്ളൂ. ഇനി സമയം മോശമാണ്, അപ്പോൾ നമ്മൾ ഒന്ന് തയ്യാറായിരിക്കും, ഒന്ന് പ്രിപ്പയർഡായിരിക്കും. അത്ര മാത്രമേ ജ്യോതിഷം ചെയ്യുന്നുള്ളൂ. അല്ലാതെ നടക്കേണ്ടതിന് നടക്കേണ്ടതല്ലാതാക്കി തീർക്കാൻ, അതായത് നടക്കേണ്ടതിനെ മാറ്റിമറിക്കാൻ ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല. ശാസ്ത്രം, ഏത് ശാസ്ത്രമായാലും ദൈവത്തിന് താഴെയാണ്. ദൈവത്തിൻ്റെ താഴെയാണ് സകല ശാസ്ത്രങ്ങളും. ദൈവത്തെ അതിക്രമിക്കാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. അതുകൊണ്ട് സംഭവിക്കേണ്ടത് സംഭവിക്കും എന്ന് വെച്ച് അലസന്മാരായി ജീവിക്കണമെന്നല്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് പരമാവധി ശുഷ്കാന്തിയോടുകൂടി നിഷ്കർഷയോടുകൂടി ചെയ്തുകൊണ്ടേയിരിക്കൂ. കിട്ടേണ്ടത് അതാത് സമയത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കും. ചെയ്യാത്തവന് കിട്ടില്ല. ഈ കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥി പാസ്സാവില്ല. പരീക്ഷ എഴുതിയവരെല്ലാവരും പാസ്സാകുമോ? അതുമില്ല. പഠിച്ചിട്ടുള്ളവൻ പാസ്സാകും. തലവിധിയുള്ളവൻ, യോഗമുള്ളവൻ സംസാരത്തിൽ നിന്ന് പുറത്തു കിടക്കും. അപ്പോൾ വിധിയാണ് തീരുമാനിക്കുന്നതല്ലേ? ഈ വിധി എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മഫലങ്ങൾ തന്നെയാണ്. അല്ലാതെ വിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിൽ ആരോ കെട്ടിത്തൂക്കി ഇട്ടിട്ടൊന്നുമില്ല. മുകളിൽ നിന്നത് പൊത്തോന്ന് നമ്മുടെ തലയിലേക്ക് വീഴാം, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ തന്നെ നമ്മൾ ചെയ്തു കൂട്ടിയ സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ആകത്തുകയാണ് ഈ തലവിധി, തലയിലെഴുത്ത്, യോഗം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങേരുടെ നേരെ വിരൽ ചൂണ്ടണ്ട. വെച്ചേക്കാം, നിനക്ക് നാളെ മുതൽ പൂജയില്ല, വഴിപാടില്ല, അമ്പലത്തിൽ ഒരു അർച്ചനയും ഞാൻ നടത്തില്ല, നീ എനിക്ക് ദുഃഖങ്ങൾ മാത്രമാണ് നൽകുന്നതല്ലേ, പോയി പണി നോക്ക്. നിങ്ങളുടെ പൂജ കിട്ടാതെ അദ്ദേഹം വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ദൈവമേ, നമ്മുടെ വഴിപാടും പുഷ്പാഞ്ജലിയും ഒന്നും കിട്ടാതെ ആശാൻ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പൂജയും പുരസ്കാരവും മന്ത്രജപവും വേദ പഠനവും എല്ലാം. ദൈവം ഇതൊന്നും ചോദിച്ചില്ലല്ലോ. ഏതെങ്കിലും ദൈവം എനിക്ക് പൂജ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? പൂർണ്ണാവതാരമായ കൃഷ്ണൻ പോലും തന്നെ പൂജിക്കാൻ പറയുന്നില്ല. മാമനുസ്മര യുദ്ധജ, എന്നെ ഓർമ്മിച്ചോളൂ എന്ന് മാത്രമാണ് ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞത്. പൂജ ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. എന്നെ അർച്ചിക്കൂ, എനിക്ക് വഴിപാട് നടത്തൂ, എനിക്ക് പാൽപ്പായസം നേദിക്കൂ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ വിചാരമാണ്. എന്തൊക്കെയോ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലുതായ എന്തൊക്കെയോ മൊത്തമായിട്ട് പലിശയോടും കൂട്ടുപലിശയോടും കൂടി നമുക്ക് കിട്ടും എന്നുള്ളത് മനുഷ്യരുടെ തികഞ്ഞ അജ്ഞതയാണ്. ദൈവത്തിന് നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും. ഭാഗ്യമാണെങ്കിലും ആടിയാണെങ്കിലും.
ഭഗവാന് പുഷ്പാഞ്ജലി നേർന്നത് കൊണ്ട് അടി കിട്ടാതെ രക്ഷപ്പെടും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴായിരിക്കും അടി കിട്ടുന്നത്. ശബരിമലയ്ക്ക് പോയിട്ട് വരുന്ന വഴിക്കാണ് വണ്ടി ആക്സിഡൻറ്റിൽ പെടുന്നത്. എന്തുകൊണ്ട് ധർമ്മശാസ്താവ് രക്ഷിച്ചില്ല? ധർമ്മശാസ്താവിന് നിങ്ങളെ രക്ഷിക്കലല്ല ജോലി. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈശ്വരൻ എന്തൊക്കെയോ ചെയ്യുന്നു, അതുകൊണ്ട് ആ ദൈവം എന്നെ രക്ഷിച്ചോളും. അത് നിങ്ങളുടെ ഒരു ധാരണ മാത്രമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടവനാണെങ്കിൽ ഒരു വഴിപാടും നടത്തിയില്ലെങ്കിലും നിങ്ങൾ രക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് ആപത്തുണ്ടാകണം എന്നുള്ളത് ദൈവനിശ്ചയമാണെങ്കിൽ, അത് നമ്മുടെ കർമ്മഫലമാണെങ്കിൽ, ഭഗവാന് എന്തൊക്കെ വഴിപാട് നടത്തിയാലും ആ ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വഴിപാട് നടത്തൂ, ഭഗവാനെ അർച്ചിക്കൂ. പക്ഷെ കാര്യം മനസ്സിലാകാതെ അന്ധതയിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ചെയ്തത് കൊണ്ട് ഒരു വിശേഷവുമില്ല. അവസാനം നിരാശയും കണ്ണീരും മാത്രം ബാക്കി നിൽക്കും. നിരാശ കൈ മുതൽ കണ്ണീരും. മനുഷ്യരുടെ അജ്ഞതയാണ് അവരുടെ ദുഃഖത്തിൻ്റെ മൂലകാരണം. അജ്ഞതയാണ് മനുഷ്യൻ ദുഃഖിക്കാൻ കാരണം. ആ അജ്ഞത നീങ്ങിയാൽ സർവം ശുഭം മംഗളം. പക്ഷെ അജ്ഞാനത്തെ ദൂരീകരിക്കാൻ മാത്രം നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം. നഹി കല്യാണകൃത്കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. അല്ലയോ കുഞ്ഞേ അർജുന, നന്മ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കുന്നില്ല. അനേക ജന്മ സംസിദ്ധസ്തതോയാതി പരാംഗതിം. അതും കൃഷ്ണൻ്റെ വാക്കുകൾ തന്നെയാണ്. അനേക ജന്മങ്ങളിൽ ചെയ്ത സാധനയുടെ ഫലമായി ആ വ്യക്തി പരമപദത്തെ പ്രാപിക്കുന്നു, പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നു, മോക്ഷസ്ഥിതിയിൽ എത്തിച്ചേരുന്നു. ഇതി സ്മൃതി പ്രാമാണ്യ അനുരോധേന ഉത്തരജന്മസു നാനാജീവാത്മന അവിഭാഗസ്യ വിഭാഗേവ സഹൈവ സാധന സംസ്കാരൈർ വിഭാഗാത് സർവത്ര ക്രമേണ അവശ്യം ജ്ഞാനോദയസ്യ വാ അനുമാനേന സാധനാനുഷ്ഠാനേ പ്രവൃത്യുപപത്തേഹ. ഇങ്ങനെയുള്ള വാക്യങ്ങൾ സാധനകളിൽ വ്യാപരിക്കാൻ അല്ലെങ്കിൽ സാധനകൾ ചെയ്യാൻ മനുഷ്യർക്ക് പ്രചോദനം നൽകുന്നു. ചത്തുപോയാലും നിങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തി നഷ്ടമാവില്ല. ആ പുണ്യത്തിൻ്റെ ഫലം നിങ്ങളെ പിന്തുടർന്നു വരും. നിങ്ങൾ ഏത് ലോകത്തിൽ ചെന്നാലും, സ്വർഗത്തിലോ നരകത്തിലോ അല്ലെങ്കിൽ വേറെ ഏത് പാതാളത്തിലോ ചെന്നാലും, നിങ്ങൾ ചെയ്ത നന്മ തിന്മകളുടെ ഫലം നിങ്ങളെ പിന്തുടർന്നു വരും. അത് ഒരിക്കലും നഷ്ടമാവില്ല. അതുപോലെ അല്പമെങ്കിലും ഈ ജ്ഞാനം അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ, തത്വവിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യർത്ഥമാവുകയില്ല. അത് ആ ജീവൻ്റെ ഹൃദയത്തിൽ, അന്തരാത്മാവിൽ ശിലയിൽ കൊത്തിവെച്ച അക്ഷരങ്ങളെപ്പോലെ അത് വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടാവും. അതിനെ വിട്ട് ജീവന് പുറത്തു കടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതൊന്നും വ്യർത്ഥമാവില്ല എന്ന് മനസ്സിലാക്കുക. സ്മൃതി പ്രാമാണ്യ അനുരോധേന. സ്മൃതികൾ ഈ കാര്യത്തിന് പ്രമാണങ്ങളാണ്. ശ്രുതിവാക്യങ്ങൾ, സ്മൃതിവാക്യങ്ങൾ ഇവയൊക്കെ. ഉത്തരജന്മസു നാനാജീവാത്മന അവിഭാഗസ്യ വിഭാഗേവ. നമ്മുടെ ഭാവി ജന്മങ്ങളിൽ അത് മറ്റ് ജീവന്മാരോടുകൂടി ചേർന്നോ അല്ലെങ്കിൽ സ്വതന്ത്രമായ പ്രത്യേക ജീവനായിട്ടോ എങ്ങനെയാണെങ്കിലും ഏത് രൂപത്തിൽ ജീവൻ സ്ഥിതി ചെയ്താലും ആ ജീവൻ്റെ സാധന സംസ്കാരം, സാധനകൾ ചെയ്ത് നല്ല സംസ്കാരങ്ങൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ സാധന സംസ്കാരൈർ വിഭാഗാത് സർവത്ര ക്രമേണ അവശ്യം ജ്ഞാനോദയസ്യ വാ അനുമാനേന. അയാൾക്ക് തീർച്ചയായും ജ്ഞാനോദയമുണ്ടാകും എന്ന് അനുമാനത്തിലൂടെയും ശ്രുതിവാക്യങ്ങളുടെ പ്രാമാണ്യതയിലൂടെയും സ്ഥിരീകരിക്കപ്പെടുന്നത് കൊണ്ട് സാധന അനുഷ്ഠാനം അവശ്യം ചെയ്യേണ്ടതാണ്. സാധനകൾ വ്യർത്ഥമാവുകയില്ല. അതുകൊണ്ടാണ് സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അത് ഭംഗിവാക്ക് പറഞ്ഞതല്ല കൃഷ്ണൻ, നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സോപ്പിടാൻ വേണ്ടി പറഞ്ഞതല്ല. അത് സത്യമാണ്. ഒരല്പം തത്വബോധം ജീവിതത്തിൽ ഉൾക്കൊള്ളൂ. അത്ര കണ്ട് നിങ്ങൾക്ക് ഭയങ്ങളിൽ നിന്ന് മുക്തരായി തീരാൻ കഴിയും.
വർണ്ണിതാഹി തഥൈവ ഭിക്ഷുജീവടോപാഖ്യാനെ ഭിക്ഷോः സാധനാനുഷ്ഠാനവതഃ പ്രാമാദിക സങ്കല്പപ്രാപ്ത നാനാജീവഭാവസ്യ അന്തേ ശതരുദ്രഭാവേ സർവേഷാം തദ്വിഭാഗജീവാനാം ജ്ഞാനാവാപ്തിർമുക്തിശ്ചേതി. ഭിക്ഷുജീവടൻ, ജീവടോപാഖ്യാനം എന്നൊരു കഥ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു ഭിക്ഷു തൻ്റെ സങ്കല്പത്തിലൂടെ അനേകം ജീവന്മാരായി മാറി. സങ്കല്പത്തിലൂടെ പല ജീവന്മാരായി തീർന്നു അദ്ദേഹം. അപ്പോൾ ആ കഥയിൽ ആ ഭിക്ഷു ധാരാളം സാധനകൾ അനുഷ്ഠിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എവിടെയോ ഒരു പിഴവ് പറ്റി. സത്യത്തെ എവിടെയോ അദ്ദേഹം കൈവിട്ടു, സത്യം മറന്നുപോയി. അങ്ങനെ അദ്ദേഹത്തിന് പ്രമാദം സംഭവിച്ചതുകൊണ്ട് സങ്കല്പപ്രാപ്ത നാനാജീവഭാവസ്യ അന്തേ, അങ്ങനെ അദ്ദേഹം സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പോൾ അനേകം ജീവന്മാരായി താൻ മാറുന്നതായി ഭ്രമമുണ്ടായി. ആ ഭ്രമപരമ്പരകളുടെ ഒടുവിൽ അദ്ദേഹം ശതരുദ്രനായി മാറി, രുദ്രഭാവത്തെ കൈക്കൊണ്ടു, പരമേശ്വരനായി മാറി. അങ്ങനെ അദ്ദേഹം രുദ്രഭാവത്തെ പ്രാപിച്ച് തത്വബോധത്തിലൂടെ ബ്രഹ്മജ്ഞാനം നേടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന എല്ലാ ജീവന്മാരും മുക്തരായി. അവിടെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സങ്കല്പമാണ്. ഒരു സമഷ്ടി ജീവൻ്റെ അംശങ്ങളായ ജീവന്മാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാവില്ല. എൻ്റെ സങ്കല്പത്തിലുണ്ടായവരെല്ലാവരും ഞാൻ മുക്തനായാൽ അവരെല്ലാവരും മുക്തരാകും. ഞാൻ സ്വപ്നത്തിൽ കുറേ രോഗികളെ ആശുപത്രികളിൽ ദുരിതമനുഭവിക്കുന്നതായി കാണുന്നു. ഞാൻ ഉണർന്നെഴുന്നേറ്റാൽ അവരെല്ലാവരും ദുഃഖത്തിൽ നിന്ന് മുക്തരാകും. കാരണം അങ്ങനെ രോഗികളാരും ഇല്ല, ഞാൻ വെറുതെ സ്വപ്നം കണ്ടതാണ്. അപ്പം ഞാൻ ഒരാൾ ഉണർന്നെഴുന്നേൽക്കുന്നതിലൂടെ അനേകം രോഗികൾ രോഗമുക്തി നേടുന്നു. അവിടെ വാസ്തവത്തിൽ രോഗികളില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇദ്ദേഹം ശതരുദ്രഭാവത്തെ പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളിലുണ്ടായിരുന്ന അനേകം ജീവന്മാർക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടായി. അങ്ങനെ അവരെല്ലാവരും മോക്ഷം നേടി. നചൈവം സർവജീവമുക്തി അനാപത്തിരിഷ്ടാപത്തേ. അതുകൊണ്ട് ആ കഥയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തി സാധനാനുഷ്ഠാനങ്ങളിലൂടെ മോക്ഷം നേടിയാൽ മറ്റുള്ളവരെല്ലാവരും ആ മോക്ഷത്തിൽ പങ്ക് നേടി അയാളോടൊപ്പം മുക്തരാകാം എന്ന് കരുതരുത്. ഓരോ ജീവനും പ്രത്യേകം പ്രത്യേകം അന്തഃകരണം, മനസ്സാണുള്ളത്. ആ അന്തഃകരണത്തിൽ ജ്ഞാനം പ്രകാശിക്കാതെ ആ ജീവൻ മുക്തനാവുകയില്ല. നചൈവം സർവജീവമുക്തി അനാപത്തിരിഷ്ടാപത്തേ. ഒരാൾ മോക്ഷം നേടുന്നത് കൊണ്ട് മറ്റുള്ള ജീവന്മാരെല്ലാവരും മോക്ഷം നേടുകയില്ല. ഇനി ആരും മോക്ഷത്തിനായി ശ്രമിച്ചില്ലെങ്കിലും ഞാനെന്ന ഒരു വ്യക്തി മോക്ഷത്തിനായി ശ്രമിച്ചാൽ എനിക്ക് മോക്ഷം നേടാവുന്നതാണ്. അപ്പോൾ അത് തികച്ചും വ്യക്തിപരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മായാദൃഷ്ടിയ മായാനന്ദസ്യ നരൂപമസ്യേഹ തഥോപലഭ്യത്തെ നാംതോ ന ചാതിർ ന ച സംപ്രതിഷ്ഠ. ഇതും ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്, 5-ാമത്തെ അധ്യായം. അതിലെ ആദ്യത്തെ 4-5 പദ്യങ്ങളുടെ ഉള്ളിലെ ഏതോ ഒരു പദ്യമാണിത്. കർമ്മയോഗം അല്ല, 5-ാമത്തെ അധ്യായം ഏതാണ്? ആർക്കെങ്കിലും അറിയാമോ അതിൻ്റെ പേര്? പുരുഷോത്തമ യോഗം എന്നാണോ? കർമ്മസന്യാസ യോഗമാണോ 5-ാമത്തത്? എന്തോ ആയിക്കോട്ടെ. ഈ 5-ാമത്തെ അധ്യായത്തിലാണ് ഈ ശ്ലോകം പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ്? മായാദൃഷ്ടിയ, മായയുടെ കാഴ്ചപ്പാടിൽ, മായാനന്ദ്യസ്യ, മായ അനന്തമായതുകൊണ്ട് ഗീതയിൽ കൃഷ്ണൻ എന്താ പറയുന്നത്? ന രൂപമസ്യേഹ തഥോപലഭ്യതേ. ഇതിൻ്റെ സ്വരൂപം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. നാംതോ ന ചാദിഹി, ഇതിന് അന്തവുമില്ല ആദിയുമില്ല. ന ച സംപ്രതിഷ്ഠ, ഇത് എവിടെയാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഒരു വടവൃക്ഷത്തെയാണ്
അവിടെ പറയുന്നത് അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ഛിദ്വാ. ഏത്? അത് 13. ഇവിടെയും ഒരു തലകീഴായിട്ട് നിൽക്കുന്ന ഒരു വടവൃക്ഷത്തെയാണ് വർണ്ണിക്കുന്നത്. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. വേദത്തെ അറിയുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഏത് അധ്യായമാണ്? 15-ാമത്തെ അധ്യായമോ 5-15? അപ്പോ അത് ഇതിന്റെ രൂപം 13 എത്രയെങ്കിലും ആയിക്കോട്ടെ, കാര്യം മനസ്സിലാക്കാം. ഈ പ്രപഞ്ചവൃക്ഷം തലകീഴായി നിൽക്കുന്ന ഒരു വടവൃക്ഷത്തെ പോലെയാണ്. വടവൃക്ഷം തലകീഴായി നിന്നാൽ ശാഖകളും ചില്ലകളും ഒക്കെ താഴോട്ടും വേര് മുകളിലോട്ടും, അങ്ങനെ ഒരു വൃക്ഷത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെയുള്ള ഒന്നാണ് ഈ പ്രപഞ്ചം. ഇതിൻ്റെ സ്വരൂപം എന്താണെന്നോ, ഇതിൻ്റെ ആദി എവിടെയാണെന്നോ, അന്തം എവിടെയാണെന്നോ, ഇത് എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് ഇത് വീണുപോകാതെ കോടാനുകോടി വർഷങ്ങൾ എങ്ങനെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ആത്മജ്ഞാനം നേടിയവർ മാത്രം മനസ്സിലാക്കും. ഇങ്ങനെ ഒരു പ്രപഞ്ചവൃക്ഷം ഇല്ല. ഉണ്ടായിട്ട് വേണ്ടേ അതിൻ്റെ ആദി എന്താണ്, അന്തം എന്താണ്, ഇത് എവിടെയാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇനിയും നിത്യൈവ സാ ജഗന്മൂർത്തിസ്തസ്യാ സർവമിദം തദം ഇത്യാദി സ്മൃതിസിദ്ധത്വാത്. ഇത് ഏത് പുസ്തകത്തിലുള്ളതാണെന്നറിയില്ല. നിത്യൈവ സാ ജഗന്മൂർത്തി, ഈ പരമാത്മാവ് എന്നും ജഗത്തായി തന്നെ പ്രകടമാക്കുന്നു. തയാ സർവമിദം തതം, ആ ചിദാകാശത്തിനാൽ ബോധസ്വരൂപനാൽ എല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സകലതിൻ്റെയും അകത്തും പുറത്തും ഈ പരമാത്മാവ് നിറഞ്ഞു വിലസുന്നു. ഇങ്ങനെയുള്ള ശ്രുതിവാക്യങ്ങളും സ്മൃതിവാക്യങ്ങളും ഒക്കെ സത്യമാണ് എന്നുള്ളത് കൊണ്ട് മനുഷ്യർ ഇവയിൽ വിശ്വാസമർപ്പിക്കണം. തത്വദൃഷ്ട്യാതു ജീവയേവ നാസ്തികസ്യ മുക്ത്യനാപത്തി. തത്വദൃഷ്ടിയിൽ അല്ലെങ്കിൽ തത്വദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ നാസ്തികന് മോക്ഷം ലഭിക്കില്ല. കാരണം ഇല്ല എന്ന് പറയുന്നവനാണ്. ദൈവം അത് സങ്കല്പമാണ്, കെട്ടുകഥയാണ്, അങ്ങനെ ഒന്നുമില്ല എന്ന് തീരുമാനിക്കുന്നവന് എങ്ങനെ ഈശ്വര ദർശനം ഉണ്ടാവും? ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നിഷേധിക്കുകയാണ്. ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കിക്കളയാം. അങ്ങനെ ഒരു സാധ്യതയ്ക്ക് പോലും തയ്യാറാവാതെ ദൈവം അതൊക്കെ അസംബന്ധമാണ്, കെട്ടുകഥയാണ് എന്ന് തള്ളിക്കളയുന്നവൻ അവൻ എങ്ങനെ ഈശ്വരൻ ദർശനം നൽകും? അതുകൊണ്ട് നാസ്തികന് ഒരിക്കലും മോക്ഷം നേടാൻ പറ്റില്ല. പക്ഷേ ഈ നാസ്തികൻ അയാളുടെ വീക്ഷണത്തെ മാറ്റാൻ തയ്യാറായാൽ അവനും കിട്ടും മോക്ഷം. കാഴ്ചപ്പാട് മാറും. നിങ്ങൾ നാസ്തികനാണോ ആസ്തികനാണോ എന്നുള്ളതല്ല. ഈ സത്യത്തെ നിങ്ങൾ അംഗീകരിച്ചാൽ സത്യദർശനം നിങ്ങൾക്കും നേടാം. ഈ സത്യത്തെ നിങ്ങൾ ആദ്യമേ തന്നെ തള്ളിക്കളഞ്ഞാൽ ഈ സത്യത്തെ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. നച അതോ അന്യദാർത്ഥമിതി ശ്രുതിവിരോധ. അതോ അന്യദാർത്ഥം, ഈ ആത്മാവിൽ നിന്ന് വേറിട്ട ഒന്ന് എന്തെങ്കിലും ഉണ്ട് എന്ന് ഒരാൾ കരുതുകയാണെങ്കിൽ അത് ഭ്രമമായിരിക്കും. ആത്മഭിന്നമായ ഒന്നിനെ നിങ്ങൾ അംഗീകരിച്ചാൽ അത് ഇല്ലാത്തതായിരിക്കും, ഭ്രമമായിരിക്കും, നിങ്ങളുടെ സങ്കല്പത്തിൻ്റെ സൃഷ്ടിയായിരിക്കും. ആത്മാവ് സങ്കല്പത്തിൻ്റെ സൃഷ്ടിയല്ല, അത് സദ്വസ്തുവാണ്, ഉള്ളതാണ്. സങ്കല്പങ്ങൾ ഒടുങ്ങുമ്പോൾ മാത്രമേ അതിനെ കണ്ടെത്താൻ പറ്റൂ. മറ്റുള്ളതൊക്കെ നിങ്ങളുടെ സങ്കല്പ മണ്ഡലത്തിനകത്ത് പെടുന്നവയാണ്. അതുകൊണ്ട് ആത്മാവിനെ ഉണ്ട് എന്ന് വിശ്വസിച്ച് മുന്നേറണം. ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കളയാം, ആ ഭാവം പോലും വേണ്ട. ഒരു അന്വേഷണ ബുദ്ധി നല്ലതാണ്, പക്ഷേ അന്വേഷണത്തെക്കാളും മുകളിലാണ് വിശ്വാസം. ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കളയാം എന്ന് മുമ്പോട്ട് പോകുന്നവനേക്കാളും ബലവാനാണ് അതുണ്ട് എന്ന് വിശ്വസിച്ച് മുന്നേറുന്നവൻ.
അവൻ അതിവേഗം ആത്മാവിനെ കണ്ടെത്തും. അതുകൊണ്ട് വിശ്വസിക്കുക. വിശ്വാസം അതല്ലേ എല്ലാം. എന്തിൻ്റെ പരസ്യമാണത്? സ്വർണോ? ഭീമയാണോ? എന്താ പ്രൈവറ്റ് സെക്രട്ടറി എന്ത് പറയുന്നു? കല്യാൺ. ആ, ഭീമ അല്ല, ഭീമയ്ക്കും കല്യാണത്തിനും വ്യത്യാസം അറിഞ്ഞൂടാത്ത എന്ത് പണ്ടാരോ ആട്ടെ. അപ്പോൾ വിശ്വാസം അത് വലിയ ഒരു ശക്തിയാണ്. തസ്യാഹ ശ്രുതേർ വ്യക്തിയാർത്തിമാത്രേണാപ്യുപപത്തേഃ പ്രവാഹാനന്ദ്യേപ്യവിരോധാത്. ശ്രുതികളെ സത്യമെന്ന് കരുതി, ശ്രുതിവാക്യങ്ങളെ വിശ്വസിച്ച് ആ സത്യത്തെ കാണാൻ ശ്രമിക്കുന്നവർ തീർച്ചയായും അതിനെ കണ്ടെത്തും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അനേക ജന്മങ്ങളുടെ ഒടുവിൽ അവർ ആ സത്യത്തെ സാക്ഷാത്കരിക്കും. അതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകണ്ട. ചരമവ്യക്തിനാശസ്യൈവ പ്രവാഹനാശതയാ സർവജീവ സംസാര ചരമവ്യക്ത്യപ്രസിദ്ധൗ തന്നാശസ്യ അപ്രസിദ്ധേഃ. ചരമവ്യക്തിനാശസ്യൈവ, വ്യക്തിനാശം എന്ന് പറഞ്ഞാൽ ജീവനാശം, ഞാനെന്ന ഭാവം നഷ്ടമാകുന്നത്, അതാണ് ശരിക്കുള്ള മരണം. അങ്ങനെ മരിച്ചവൻ പിന്നെ പുനർജനിക്കില്ല. ഇറന്തവർ പിറപ്പതില്ല, ഇല്ല ഇല്ല ഇല്ലയേ. ആരാണ് മരിച്ചുപോയവർ? ഞാൻ ഭാവം നഷ്ടമായവരാണ് യഥാർത്ഥത്തിൽ മരിച്ചുപോയവർ. മറ്റേതൊക്കെ ഇവിടെ പൊങ്ങിയിട്ട് ഇവിടെ മുങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്ത് പൊന്തുന്നവരാണ്. അവനൊന്നും മരിച്ചു പോയിട്ടില്ല. വേറെ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ വേഷത്തിൽ അവർ മടങ്ങി വരും. അവനെ എങ്ങനെ മരിച്ചുപോയി, നഷ്ടമായി എന്ന് നമുക്ക് കരുതാൻ പറ്റും? യഥാർത്ഥത്തിൽ മരിച്ചവൻ അഹങ്കാരം നശിച്ചവനാണ്. ജീവഭാവത്തെ തകർത്ത് കളഞ്ഞവനാണ് യഥാർത്ഥത്തിൽ മരിച്ചവൻ. യഥാർത്ഥത്തിൽ മരിച്ചവന് മരണഭയം ഉണ്ടാവുകയില്ല. മരിക്കാൻ ആളില്ല. മരിക്കാൻ ഒരുവനുണ്ടെങ്കിൽ അവനാണ് മരണഭയം. മരണം എന്നെ സമീപിക്കുന്നതിന് മുമ്പേ തന്നെ മരിച്ചുപോയാൽ, ഞാനെന്ന ഭാവത്തെ തട്ടി തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ആര് മരിക്കാൻ? അപ്പോൾ ശ്രുതേർ വ്യക്തിയാർത്തി മാത്രേണാപ്യുപപത്തേഃ. വ്യക്തിയുടെ ആർത്തി, ജീവൻ്റെ ദാഹം തീർക്കാനാണ് ഓരോ ജീവനും ശ്രമിക്കേണ്ടത്. ദുഃഖമോചനം അത് മോക്ഷ പ്രാപ്തിയിലൂടെയേ സാധ്യമാകൂ. ഈ സംസാര പ്രവാഹം എവിടെ അവസാനിക്കും? പ്രവാഹനാശം എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, അഹങ്കാരം നശിച്ചാൽ സംസാരം അപ്പത്തീരും. സംസാര ബന്ധങ്ങളിൽ നിന്ന് ആ ക്ഷണം നമ്മൾ മുക്തരാകും. സർവജീവ സംസാര ചരമവ്യക്തി അപ്രസിദ്ധവും. എല്ലാ ജീവന്മാരും ഒരേ സമയത്ത് മുക്തരാകണം, എല്ലാവരും മോക്ഷത്തിലേക്ക് ഒരേ സമയത്ത് ചെല്ലണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ഒരു കല്യാണത്തിന് പോലും ആളുകൾ എത്തുന്നത് ഓരോരുത്തരും ഓരോ സമയത്താണ്. എല്ലാവരും കൂടെ കറക്റ്റ് മുഹൂർത്തത്തിന് ഒരു 2 മിനിറ്റ് മുമ്പ് ഒരുമിച്ച് എല്ലാവരും ഹാളിലേക്ക് ഇടിച്ചു കയറുകയല്ല. ഒരു സമ്മേളനമായാലും, ഒരു ചർച്ചയായാലും, ഒരു ആധ്യാത്മിക പ്രഭാഷണമായാലും ഓരോരുത്തരും ഓരോ സമയത്താണ് വരുന്നത്. അതുപോലെ ഓരോ സമയത്ത് മാത്രമേ മോക്ഷവും നേടാൻ പറ്റൂ. ഒരുമിച്ച് നേടാൻ പറ്റുന്ന ഒന്നല്ല ഈ മോക്ഷം. തന്നാശസ്യ അപ്രസിദ്ധേ. ജീവഭാവം ഉള്ളിലുള്ളിടത്തോളം കാലം സംസാരം അല്ലെങ്കിൽ പ്രപഞ്ചം ബാക്കിയുണ്ടാവും. ഒരു ജീവനെങ്കിലും ഈ പ്രപഞ്ചത്തെ സത്യം എന്ന് കരുതുന്നിടത്തോളം കാലം ആ വ്യക്തിക്ക് ഈ സംസാരം സത്യമായി തീരും. ലോകം, പ്രപഞ്ചം ഉള്ളതുപോലെ തോന്നും. ജീവഭാവം നഷ്ടമായാൽ സംസാരവും സംസാരബന്ധവും എല്ലാം നഷ്ടമാകും. പ്രകൃതേതോ പശ്ചിമ വിപശ്ചിത ഏകസ്യൈവ ഭഗവദ്ഭക്തി പരിഭാഗോദിതാത് തദനുഗ്രഹാത് ജ്ഞാനലാഭോ നാന്യേഷാമിതി തസ്യൈകസ്യൈവ മുക്ത്യുപപത്തിരിതി. അതാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. വ്യക്തത വരുത്താൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്. എന്താണ്? പശ്ചിമ വിപശ്ചിത്ത്, പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആ ഒരു വിപശ്ചിത്ത് മാത്രമാണ് ഭഗവത് ഭക്തി കാരണമായി ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ നിന്നും
ജ്ഞാനം സ്വീകരിച്ച് മോക്ഷം നേടിയത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് മാത്രമാണ് ജ്ഞാനലാഭമുണ്ടായത്. മറ്റു 3 വിപശ്ചിത്തുകൾക്കും മോക്ഷം സിദ്ധിച്ചില്ല. തസ്യ ഏകസ്യൈവ മുക്ത്യുപപത്തിരിതി. ആ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ഒരു വിപശ്ചിത്ത് മാത്രമാണ് മോക്ഷം നേടിയത്. മറ്റുള്ളവർ സംസാരബന്ധത്തിൽ തുടരുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ആ 18ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം പൂർത്തീകരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള ശ്ലോകം ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇനി അടുത്ത ശനിയാഴ്ച ബാക്കി വായിക്കും.